ട്രാവൻകൂർ പിസ്റ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ്. ഇന്ന് ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മറ്റേ ഹാൻഡ് റെസ്റ്റിൻ്റെ കൂടെ തന്നെ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് 2 വീഡിയോ ഇട്ടിടാന്ന്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ ഗിയർ ലിവറിൻ്റെ ഒക്കെ ഇല്ലേ, നമ്മുടെ 4x4 നോർമൽ ഗിയർ ലിവറിൻ്റെ ഒക്കെ അവിടുത്തെ അത്രയും സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ആ ഒരു സ്പേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുന്നത്, ഓർഗനൈസർ, അങ്ങനെ പറയാം അല്ലേ, അതിന് ഓർഗനൈസർ, അതാണിത്. ഐ മീൻ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഗുഡ്. ഇത് സാധാരണ ഒരു എന്താ പറയുക കട്ടൗട്ട് പ്ലാസ്റ്റിക് പോലെ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നേരത്തെ എന്താ പറയുക ആ ഫുട്രസ്റ്റല്ലോ ആംറസ്റ്റ് ഇല്ലേ, അപ്പോൾ ആംറസ്റ്റിൻ്റെ ഏകദേശം അതേ ക്വാളിറ്റി തന്നെ ഇതിനുണ്ട് എന്നാണ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. 2 എന്താ പറയുക സോഫ്റ്റ് പാഡ്സ് ഉണ്ട് അതിൽ വെക്കാൻ വേണ്ടി. നല്ല ഗ്രിപ്പുള്ള 2 പാഡ്സാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്ത് കോയിനോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്ത് സൗണ്ടൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പം ഫിറ്റിങ്സ് ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇനി മറ്റേ ഓട്ടോമാറ്റിക്കിനും മാനുവലും വ്യത്യാസമായിരിക്കുമോ, വാങ്ങിച്ചിട്ട് പണി പാളുമോ എന്നൊക്കെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പണി പാളിയില്ല, ഡയറക്റ്റ് ഫിറ്റാണ്. അപ്പം ഫിറ്റിങ്സ് വളരെ എളുപ്പമാണ്, വളരെ സോ സിമ്പിൾ. എത്ര ആയിട്ട് ഫിറ്റായിട്ട് പോയാലും നമുക്ക് ഏത് പാതിരത്തിനും ഫിറ്റ് ചെയ്യാം. 2 ഡബിൾ സൈഡ് ടേപ്പ് വരും, നേരത്തെ പോലെ മറ്റേ നമ്മുടെ ആംറസ്റ്റ് പോലെ തന്നെ ആ ഡബിൾ സൈഡ് ടേപ്പ് ഇളകണം. അടിപൊളി ടേപ്പ് കേട്ടോ. ഇതിപ്പം ഏത് കൺട്രിയിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് അറിയത്തില്ല. ഈ ടേപ്പൊക്കെ നമ്മുടെ നാട്ടിൽ വേണം, ഒരു രക്ഷയില്ല. എന്ത് പശയുടെ ഈ സാധനം. അപ്പോൾ ഇത് ഒറ്റക്കൈ പ്രയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, വലിയ ഗോപ്രോയും അതിമാരകമായ സ്റ്റെബിലൈസറുള്ള ക്യാമറമാനും ഒന്നുമില്ല. ക്യാമറമാനും പ്രൊഡ്യൂസറും ഡയറക്ടറും അഭിനേതാവും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം നൈസായിട്ട് അത് ഇളക്കുന്നു, അവിടെ ഒട്ടിക്കുന്നു. ഇതാണ് സംഭവം. അതുണ്ട് നമ്മുടെ AC ഒക്കെ ആ നോബൊക്കെ ഇരിക്കുന്നല്ലേ, അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന അത് ഷോ പീസാണ്. പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല, പിന്നെ കാണാൻ ഇത്തിരി വൃത്തിയാവും. കാർബൺ ഫൈബർ ഫിനിഷുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. വിനൈൽ സ്റ്റിക്കറാണെന്ന് അറിയത്തില്ല, എന്തോ അത് പറ്റുവാണെങ്കിൽ സെറ്റ് ചെയ്യണം, ഒരാഗ്രഹം. ഒരു ചീപ്പ് പ്ലാസ്റ്റിക് പോലെ എനിക്ക് തോന്നുന്നു. ബട്ട് ഫങ്ഷണൽ ആയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എസ്തെറ്റിക് ലുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗനൈസർ എന്ന് പറയുന്ന സാധനം ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. സിമ്പിളാണ്. ഇത് 2-3 ടൈപ്പ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഇതിപ്പം 2 മൊബൈൽ 2 സൈഡൊക്കെ വെക്കാം. പിന്നെ ചില കുറഞ്ഞ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈലേ വെക്കാൻ പറ്റും, ഒരു സൈഡൊക്കെ കാണത്തുള്ളൂ. ബട്ട് ദിസ് ഈസ് ഗുഡ്. ലൈക്ക് ഇതിലിപ്പം നമുക്ക് കണ്ടില്ലേ, 2 മൊബൈൽ സൈഡിൽ വെക്കാം, ചരിച്ചും കമത്തി വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം വലിയ ഒരു ബോട്ടിലൊക്കെ വെക്കാം. ഒരു എന്താ പറയുക അക്വാറിയുടെ ബോട്ടിൽ, അല്ലെങ്കിൽ ഒരു ബിയർ ബോട്ടിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫുള്ളൊക്കെ ഇരുന്നോളും, ഫുള്ള് ലിറ്ററൊക്കെ ഇരിക്കും. സെറ്റാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടാലും നമുക്ക് വേറെ സീനൊന്നും വരത്തില്ല ബ്രോ. പിന്നെ നമ്മുടെ 4x4 ഗിയറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നോർമൽ ഗിയറും തമ്മിൽ ബന്ധമില്ല. പിന്നെ ഇത് ആ ഒരു നമ്മുടെ അവിടുത്തെ മാറ്റിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഫിക്സ് ആയിരുന്നോളും, കാരണം അതിലൊരു വെൽക്രോ താഴെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം സെറ്റ്. കാരണം എനിക്ക് അത് ആദ്യമേ ഒരു ഇതായിരുന്നു, കാരണം ആ ഒരു പോർഷൻ മൊത്തം ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ. ഓക്കെ, രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. നമ്മുടെ ആംറസ്റ്റ് സെറ്റാണ്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഓർഗനൈസർ സെറ്റായി. പിന്നെന്താ ആ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാസ് ട്യൂബിൻ്റെ കൺട്രോളറാണ്. എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് സെറ്റായി. വേറെ ഒരു സീനുമില്ല. ആംറസ്റ്റിൻ്റെ ബാക്കിൽ ബോട്ടിലുണ്ടെങ്കിൽ നമുക്കിത് മടക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം അതിൽ തട്ടും. ആംറസ്റ്റ് ബാക്കിലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തുറക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് പുതിയ അപ്ഡേറ്റ്. അപ്പം ഇനി അടുത്ത പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ യു ഗൈസ് റൈഡ് സേഫ്, ടേക്ക് കെയർ.